10 വർഷത്തിലധികമായി യമനിൽ കുടുങ്ങിക്കിടന്ന തൃശൂർ ഇരിങ്ങാലക്കുട എടക്കുളം സ്വദേശി ഇന്ന് നാട്ടിലെത്തും. പൂമംഗലം സ്വദേശി ദിനേശാണ് നാട്ടിൽ വരാൻ സാധിക്കാതെ വിദേശത്ത് ദുരിതക്കയത്തിൽ അകപ്പെട്ടത്. This is our dear brother Dinesh, who had been here for more than 10 years. He had been without visa, but through the help of the Indian Embassy, through the help of WMF, our brother Shiju is here, who had helped him. Now he is ready to travel. I just want to thank everyone who had been helpful in this, so enable brother Dinesh to travel. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ജീവിതം കരക്കടുപ്പിക്കാൻ 2014 ദിനേശ് യമനിലേക്ക് പോകുന്നത്. പിന്നീട് യമനിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇതിനിടയിൽ സ്പോൺസറുടെ കയ്യിൽ ദിനേശിന്റെ പാസ്പോർട്ട് അകപ്പെടുകയും ചെയ്തു. തിരികെ പോരാൻ സാധിക്കാതെ യമനിൽ കഷ്ടതകൾക്ക് നടുവിലായി പിന്നീടുള്ള ജീവിതം. നാട്ടിലെ വീട് കടക്കിണിയിൽപ്പെടുകയും ചെയ്തു. ഭാര്യ അനിതയുടെയും കുടുംബത്തിന്റെയും ജീവിതം കണ്ണീർ കടലിലായി. ദിനേശിനെ തിരികെ എത്തിക്കാൻ കുടുംബവും കുടുംബ സുഹൃത്തുക്കളും നിരവധി പേരെ കാണുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെയാണ് വിഷയം നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ വിപിൻ പാറമേക്കാട്ടിലിന് മുന്നിലേക്ക് ഉണ്ണി പൂമംഗലം എന്ന വ്യക്തി മുഖേന എത്തുന്നത്. ഇതോടെ ഇന്ത്യൻ എംബസിയുമായി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി വിപിൻ നടത്തിയ ഇടപെടലുകൾക്ക് ഒപ്പം വലിയ തുക വിടുതൽ പ്രവർത്തനങ്ങൾക്കായി യമനിലേക്ക് അയച്ചു നൽകുകയും ചെയ്തു. സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കാര്യമൊക്കെ ചെയ്തത്. ഈ പരിപാടി ഇറങ്ങാൻ പോകണ്ട അച്ഛനോടെ. കൂടാതെ കോട്ടയം സ്വദേശിയായ ഷിജു ജോസഫ്, സാമുവൽ ജെറോം എന്നിവരുടെ ഇടപെടലും ദിനേശിനെ നാട്ടിലെത്തിക്കാനുള്ള വഴിയൊരുക്കി. ഇപ്പം 2 ദിവസത്തിനുള്ളിൽ വരുന്നാണ് അവര് പറയുന്നത്. ഇത് സന്തോഷമുണ്ട്, അത് നന്ദിയുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ദിനേശ് യമനിൽ നിന്നും നാട്ടിലേക്ക് വിമാനം കയറി. അച്ഛനെ കണ്ട് ഓർമ്മയില്ലാത്ത 10 വയസ്സുകാരൻ സായി കൃഷ്ണയും 12 വയസ്സുകാരി കൃഷ്ണവേണിയും കാത്തിരിക്കുകയാണ് തങ്ങളുടെ അച്ഛനെ ഒരു നോക്ക് കാണാൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.